ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ്. അതായത് നമുക്ക് റീൽസൊക്കെ കണ്ടിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള ഷെയർ ചാറ്റ് ഇതിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് റീൽസ് വാച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പൈസൻ്റെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ഇതിലങ്ങനെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി ആപ്പാണ്. നമുക്ക് കൂടുതലൊന്നും അതുകൊണ്ട് സമ്പാദിക്കാനൊന്നും വല്ല വഴിയൊന്നുമില്ല. എന്നാലും മൊബൈൽ റീചാർജ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആപ്പ്, എന്താണ് അതിനെക്കുറിച്ചുള്ളതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ആപ്പിൻ്റെ ആ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ നൽകിയിരിക്കുന്ന ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ അവിടെ നിന്ന് കുറേ റീൽസുകൾ കാണുക. ഒരുപാട് റീൽസ് ഉണ്ടാകും. ഒരു 15 റീൽസ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. അങ്ങനെ 3 സ്പിന്നാണ് ഉണ്ടാകുക. ടോട്ടൽ 45 വീഡിയോസ് കാണണം. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ഞാൻ കാണിച്ചു തരാം. 15 വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഭാഗം ആണ് ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. നോക്കാം. അങ്ങനെ നമ്മൾ 15 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മൊബൈലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഒരു പ്രൊഫൈൽ എന്നുള്ളത് കാണും. താഴെ വലത്തെ ഭാഗത്ത് പ്രൊഫൈൽ എന്ന് കാണും. അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും വരിക. അതായത് നമ്മൾ പ്രൊഫൈൽ വരും. ആ പ്രൊഫൈൽ ഓപ്പൺ ആകും. അങ്ങനെ ഓപ്പൺ ആയതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ഗിഫ്റ്റിൻ്റെ ഭാഗമുണ്ട്. ആ ഗിഫ്റ്റിൻ്റെ ഭാഗത്തോട്ട് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആകുന്ന സമയത്ത് ഈ 2 ഭാഗം, അതായത് നമ്മൾ 15 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് 3 ഗിഫ്റ്റ് ഉണ്ടല്ലോ, 3 ഗിഫ്റ്റിൽ ഏതെങ്കിലും അതാണോ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ ആ സ്പിന്നിൻ്റെ ചിഹ്നം അവിടെ വരും. അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെ ചിഹ്നമായിരിക്കും അവിടെ വരിക. ഓക്കെ, അങ്ങനെ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, ഇതേ രൂപത്തിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് സ്പിൻ ചെയ്യുക. അടിയിൽ കണ്ട റെഡ് കളറിൽ സ്പിൻ എന്നുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യണ ആ സമയത്ത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ സ്പിന്നിൻ്റെ അതിങ്ങനെ കറങ്ങുമ്പോൾ ചിലപ്പോൾ ബെറ്റർ ലക്ക് എന്ന് വരും. ചിലപ്പോൾ ആ കോയിൻ എത്രയാണോ ആ കോയിൻ്റെ ആ ലെവലിലായിരിക്കും ഉണ്ടാകുക. ഏതാ വരുന്നത് നമ്മൾ ഭാഗ്യം പോലെ വരും. അപ്പോൾ എനിക്ക് ഒരു 2 കോയിന് കിട്ടി. ആ ഒരു കോയിന് പറഞ്ഞാൽ 1 രൂപയാണ്. ആ കോയിന് കിട്ടിയപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, നേരെ പുറത്ത് നമ്മുടെ അതിൽ കണ്ടോ, ആ മുകളിൽ കണ്ടില്ല നിങ്ങൾ 90 എന്നൊക്കെ പറഞ്ഞിട്ട് അതിലാണ് ഉണ്ടാവുക. അങ്ങനെ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 5-6 കോയിനെ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് റീചാർജ് ചെയ്യാനൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് വെറുതെ തമാശയിലിരുന്ന് കണ്ടിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ബാലൻസ് എന്ന് പറഞ്ഞതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ആ റെഡ് കാണുന്നില്ലേ, ആ റെഡിൽ പോയിട്ട് റെഡീം അവിടെ പോയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ടച്ച് ചെയ്യുക. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ കൺഫേം വരും. ആ കൺഫേമിൽ പോയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓക്കെ ചോദിക്കും. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തിട്ട് വീണ്ടും ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ ഉണ്ടായിരുന്ന കോയിന് പോയതായിട്ട് കാണാം. അത് പിന്നീട് നമ്മുടെ പേടിഎമ്മിൻ്റെ വാലറ്റിലേക്ക് വരും. പേടിഎം വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിക്കാൻ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് വലിക്കുക. അല്ലെങ്കിൽ റീചാർജ് ചെയ്യുക, വാലറ്റിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യുക. പിന്നെ പേടിഎം വാലറ്റൊക്കെ നമ്മൾ നല്ല അടിപൊളി സെക്യൂറായിട്ടുള്ള സാധനങ്ങളാണ്. അത് ആപ്പാണ്. ഒരിക്കലും അതിന് നമുക്ക് നഷ്ടങ്ങളുണ്ടാവില്ല. അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഇതാണ് ഈ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് സഹായിക്കുക. ഓക്കെ, അതേപോലെ ഒന്ന് ഉഷാറാക്കുക. ഓക്കെ, അപ്പം ശരി, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.